குறிஞ்சி வந்து காட்டு புல், கொண்டையில் பூ வைக்க பூ இல்லை, அதனுடைய விதை எடுத்து சாப்பிட முடியாது. அந்த விதை நம்ம கண்ணு கூட தெரியாது. 12 வருஷத்துக்கு பிறகு ஒரு குறிஞ்சி, அது யாரும் விதை போடுறதில்ல, அது ஆண்டவன் போட்டு தான் உண்டாக்குறது. 12 வருஷத்துக்கு பிறகு ஒரு பூ பூக்கும். அந்த குறிஞ்சினால ஒரு வருமானம் இல்லை யாருக்குமே. 12 വർഷത്തിൽ ഒരിക്കലെത്തുന്ന വിരുന്നുകാരനായി കുറിഞ്ഞിമല ദേശീയോദ്യാനം ഒരുക്കുമ്പോൾ ജനിച്ച മണ്ണിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുവാൻ ഇനി ഏത് വാതിൽ മുട്ടണമെന്നറിയാതെ ഉഴറി നിൽക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ ദുഃഖം അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. 2006 ഒക്ടോബർ 7 കുറിഞ്ഞി ഫെസ്റ്റിനോടനുബന്ധിച്ച് വനംവകുപ്പ് മന്ത്രി ബിനോയ് വിശ്വമാണ് കുറിഞ്ഞിമല ദേശീയോദ്യാന പദ്ധതി പ്രഖ്യാപിച്ചത്. 2007 ഡിസംബറിൽ ഉദ്യാന പദ്ധതിക്കായി വട്ടവട, കൊട്ടക്കാമ്പൂർ വില്ലേജുകളിലെ 7173 ഏക്കർ കൃഷിഭൂമി ഏറ്റെടുക്കുവാനുള്ള സർക്കാർ വിജ്ഞാപനത്തെ തുടർന്നാണ് ഈ മേഖലയിലെ കർഷകർ വെട്ടിലായത്. കൃഷിഭൂമി ഒഴിവാക്കി ഉദ്യാന പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്തെത്തുകയും ചെയ്തു. കഴിഞ്ഞ 2 വർഷമായി വട്ടവട നിവാസികൾ സർവകക്ഷി സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരപാതയിലാണ്. കഴിഞ്ഞ ജൂലൈ 31 ദേവികുളം സബ് കളക്ടർ പ്രണബ് ജ്യോതിനാഥിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം സ്ഥലമേറ്റെടുക്കുന്നതിന് പരിശോധന നടത്തുന്നതിനായി മേഖലയിൽ എത്തുമെന്നറിയിച്ചതിനെ തുടർന്ന് സമരസമിതിയുടെ നേതൃത്വത്തിൽ പൊതുജനം വട്ടവടയിൽ കരിദിനം ആചരിച്ചിരുന്നു. എന്നാൽ ജനങ്ങളുടെ എതിർപ്പ് രൂക്ഷമാകുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഔദ്യോഗിക സംഘം എത്തിയില്ല. വട്ടവട പഞ്ചായത്ത് പ്രസിഡന്റ് പി രാംരാജിന്റെ നേതൃത്വത്തിലുള്ള സമരസമിതി കൃഷിഭൂമി ഒഴിവാക്കി ഉദ്യാനം സ്ഥാപിക്കുന്നതിന് ബദൽ നിർദ്ദേശം വെച്ചിരുന്നു. സാമൂഹിക വനവൽക്കരണത്തിന്റെ ഭാഗമായി നട്ടുവളർത്തിയ വാറ്റൽ മരങ്ങൾക്കും മേഖലയിൽ ധാരാളമായി കാണപ്പെടുന്ന ഗ്രാൻഡിസ് മരങ്ങൾക്കും ഇടയിലായി ഉദ്യാനം സ്ഥാപിക്കാനായിരുന്നു ശുപാർശ. എന്നാൽ ഓഗസ്റ്റ് 2 ഇടുക്കി ജില്ലാ കളക്ടർ അശോക് കുമാർ സിൻഹ വിളിച്ചു ചേർത്ത ചർച്ചയിൽ വനംവകുപ്പ് നടത്തിയ വെളിപ്പെടുത്തൽ പ്രദേശവാസികളുടെ എല്ലാ പ്രതീക്ഷകളും തകർക്കുന്നതായിരുന്നു. കൊട്ടക്കാമ്പൂർ വില്ലേജിലെ 58 നമ്പർ ബ്ലോക്കിലെ 4647 ഏക്കർ ഭൂമി 2005 UDF സർക്കാർ വനംവകുപ്പിന് കൈമാറിയെന്നാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത്. വട്ടവട പഞ്ചായത്തിലെ 3 വാർഡുകൾ 58 നമ്പർ ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. അന്നേ ദിവസം വനംവകുപ്പ് പ്രഖ്യാപനം നടത്തുമ്പോൾ മാത്രമാണ് കാലങ്ങളായി കൃഷി ചെയ്തു വന്നിരുന്ന ഭൂമിയിൽ തങ്ങൾക്കുള്ള അവകാശം 4 വർഷങ്ങൾക്ക് മുൻപേ നഷ്ടപ്പെട്ടിരുന്നുവെന്ന് വട്ടവട നിവാസികൾ അറിയുന്നത്. പന്ത്രണ്ട് വാർഡുകളുള്ള വട്ടവട പഞ്ചായത്തിലെ 8 വാർഡുകളുടെ സിംഹഭാഗവും ഉദ്യാനപരിധിയിൽ ഉൾപ്പെടുമെന്നതിനാൽ കുറിഞ്ഞി സാങ്ച്വറി സാധ്യമാകുന്നതോടെ കേരളത്തിലെ ഏക ശീതകാല പച്ചക്കറി കേന്ദ്രം വിസ്മൃതിയിൽ മറയും. ഉന്നത ഗുണനിലവാരമുള്ള ബീട്രൂട്ടും കാബേജും ഉരുളക്കിഴങ്ങുമൊക്കെ കേരളത്തിന് നഷ്ടമാകും. പൂർണ്ണമായും തമിഴ് വംശജർ അധിവസിക്കുന്ന വട്ടവടയുടെ ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഏകദേശം 390 വർഷങ്ങൾക്ക് മുൻപ് ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് മധുരയിൽ നിന്നും കുടിയേറിയവരാണ് വട്ടവട നിവാസികളുടെ പൂർവികർ. അന്ന് പൂഞ്ഞാർ രാജവംശം നൽകിയ ഭൂമിയാണ് ഇവരുടെ കൈവശമുള്ളത്. ഉദ്യാന പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കൽ മേഖലയിലെ തമിഴ് വംശജർക്കെതിരായുള്ള നീക്കമായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ നേട്ടം കൈവരിക്കാൻ ചിലർ ശ്രമിക്കുന്നു. മേഖലയിലെ തമിഴ് രാഷ്ട്രീയ സംഘടനകൾ തമിഴ്നാട് സർക്കാരിന് പരാതി സമർപ്പിക്കുവാൻ ഒരുങ്ങുകയാണിപ്പോൾ. ഇത് കേരളത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ വരുത്തിവെക്കും. നിലവിൽ വട്ടവടയിൽ എത്തണമെങ്കിൽ 4 കിലോമീറ്റർ തമിഴ്നാട് അധീന പ്രദേശത്തുകൂടി സഞ്ചരിക്കേണ്ടതുണ്ട്. 2018 വീണ്ടും ഒരു പൂക്കാലവുമായി കുറിഞ്ഞിയെത്തുമ്പോൾ വിരുന്നുകാരനെ വരവേൽക്കുവാൻ ആതിഥേയൻ ഉണ്ടാകുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്.